ക്രിസ്തുവേശുവിൽ നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ യൂട്യൂബിൽ വേൾഡ് കൈൻഡ്നസ് ജഡ്ജ് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ വീഡിയോസുകൾ കാണാൻ സാധിക്കും. ഒരു ജഡ്ജിന്റെ വീഡിയോ. ആ ജഡ്ജിന് തനിക്ക് ഇന്ന് വേണ്ട ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം താൻ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്യാം, കേട്ടു നോക്കൂ. But I would ask each of you in your own way to please pray for me. I am in need of the power of prayer, which I believe, in addition to the medical treatment that I am receiving, is the most powerful weapon to help me survive this. Just know. മിസ്റ്റർ ഫ്രാങ്കോ കാപ്രോയുടെ ജീവിതത്തിൽ താനിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഇംഗ്ലീഷിലൂടെ താൻ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കണം. പ്രാർത്ഥന. താൻ പ്രാർത്ഥിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. താൻ നല്ലൊരു മനുഷ്യനാണ്. എന്നിട്ടും തന്റെ ജീവിതത്തിൽ ഒരു വേദനയേറിയ അനുഭവം വന്നപ്പോൾ താൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രാർത്ഥനയുടെ വില എത്രയോ വലുതാണ് പ്രിയമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാലും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവസാന നിമിഷം നമ്മൾ ആ വേദനയേറിയ അനുഭവം വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ റിയലൈസ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് പ്രാർത്ഥനാക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ 2023 കഴിയാൻ പോകും. നമ്മുടെ ജീവിതത്തിൽ 2024 നമ്മൾ പ്രവേശിക്കുന്നതിന് മുന്നേ ഒരു നല്ലൊരു തീരുമാനമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ക്രിട്ടിക്കലായിട്ടൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടല്ല നമ്മൾ പ്രാർത്ഥനയെ പറ്റി ഓർക്കുന്നത്. നമ്മുടെ ജീവിതം, നമ്മുടെ സമൂഹത്തിന്റെ ജീവിതം അനുഗ്രഹമാവും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹമാണ്. പ്രാർത്ഥനയോടുകൂടിയുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് വയ്ക്കും. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്ക്, പ്രാർത്ഥനയിലല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു മാറുകയില്ല.